വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫ്, ഈവനിങ് വ്ലോഗോ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹൊറർ സ്റ്റോറി. അപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനത്തെ ഹൊറർ സ്റ്റോറി അല്ല, ഇത് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ, അതായത് ഷിൻചാനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഇപ്പം നമ്മൾ കുട്ടി പിള്ളേര് എല്ലാവരും ഷിൻചാനെ കാണുന്നത്. ഇപ്പം വലിയ കുട്ടിയായ ഷിൻചാൻ കാണുന്ന ഒരാളാണ്. ഐ എം ഷിൻചാൻ ഫാൻ. അപ്പം ഷിൻചാനെ കുറിച്ചിട്ടുള്ള ഒരു ഹൊറർ സ്റ്റോറി ഒന്നും പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് എ റിയൽ സ്റ്റോറി ഓഫ് എ ഷിൻചാൻ. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷിൻചാൻ, അതായത് ഷിൻചാൻ്റെ ആ കാർട്ടൂണിന്റെ പേരാണ്, ഫുൾ കാർട്ടൂൺ പേര് ക്രയോൺ ഷിൻചാൻ. അപ്പോൾ ഷിൻചാൻ ഇഷ്ടപ്പെടാത്ത ആരും ഇവിടെ കാണൂല. ഷിൻചാൻ ക്യാരക്ടറിൽ, ഷിൻചാൻ കാർട്ടൂണിൽ എസ്പെഷ്യലി മെയിൻ ക്യാരക്ടറാണ് ഷിൻചാൻ. ഷിൻചാൻ്റെ വയസ്സ് വന്നിട്ട് ഏകദേശം 5 years അടുത്തോളം കാണും. അതൊരു കൊച്ചുകുട്ടി ഷിൻചാൻ്റെ അനിയത്തി ഹിമാവാരി. അപ്പം അടുത്തത് ഷിൻചാൻ്റെ പാരൻസ്, അച്ഛൻ, അമ്മ, പിന്നെ ഫ്രണ്ട്സ്, അവരെ റിലേറ്റീവ്സ്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് അതിലുണ്ട്. അപ്പം അടുത്ത ഇതിലെന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് കാർട്ടൂണായിട്ടല്ല വന്നിട്ടുള്ളത്, ഇതൊരു കോമിക് ബുക്കായിട്ട്, അതായത് ഇപ്പം നിങ്ങൾ മനസ്സിലാവും, ഒരു ബുക്ക് പോലെയാണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എനിക്ക് മനസ്സിലാവില്ല എന്ന് എനിക്ക് അറിഞ്ഞു. അവർ നേരത്തെ പബ്ലിഷ് ചെയ്തത് ബുക്ക് പോലെ പബ്ലിഷ് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ മങ്ക, അതായത് മങ്ക എന്നാണ്. അതിൽ ഷിൻചാൻ്റെ ഓരോ അവൻ നമ്മളത് ഇതിലൊക്കെ കാണൂലേ, ഇങ്ങനെ അവൻ സംസാരിക്കുമ്പോൾ കോമിക് ബുക്ക് പോലത്തേക്ക്. അതായത് ഇപ്പൊ ഞാനും എന്റെ അനിയനും ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ റൗണ്ടൊക്കെ വന്നിട്ട് അതിൽ ഇങ്ങനെ കേജി കാണിക്കില്ല, ഞാൻ എന്തുകൊണ്ടൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ആദ്യം ഷിൻചാൻ്റെ ഇത് പുറത്ത് വന്നത്. പിന്നെ അതിനുശേഷം പുറത്ത് വന്നത് അത് അവരൊരു കാർട്ടൂണായിട്ട് മേഡപ്പ് ചെയ്തിട്ടാണ്. പക്ഷെ നേരത്തെ ഷിൻചാൻ കാർട്ടൂണും ഇപ്പോഴത്തെ ഷിൻചാൻ കാർട്ടൂണും രണ്ടും ഡിഫറെന്റ്, എന്താണ് കളേഴ്സായാലും അതിൻ്റെ ഫേസ് ആയാലും ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഷിൻചാൻ കാർട്ടൂണിൽ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ജപ്പാനിലാണ്. ജപ്പാനിൽ ഇപ്പോൾ ഫുള്ള് നിങ്ങളവിടെ പോയാൽ ഷിൻചാൻ്റെ ഡോൾസും ബുക്സും കോമിക്സ് ബുക്കും അങ്ങനെ കുറേ ഇതൊക്കെ നമുക്ക് ജപ്പാനിൽ പോയാൽ കാണാൻ പറ്റും. അപ്പം ജപ്പാനിൽ പോകുന്നവർ നോക്കാം. അപ്പം പിന്നെ അതിനുശേഷം ഷിൻചാൻ്റെ റിയൽ സ്റ്റോറി ഇവിടെ വെച്ചാണ് സ്റ്റാർട്ടാവുന്നത്. ഷിൻചാൻ ജനിച്ച് വളർന്നതൊക്കെ ജപ്പാനിലാണ്. അപ്പോൾ ജപ്പാനിൽ അവരുടെ പാരൻസ് രണ്ടുപേരും, അതായത് സ്റ്റോറിൽ പോകണം. മഴ വേണം, ഇവിടെ നല്ല മഴയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ സംസാരിക്കാൻ നിങ്ങൾ കേൾക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ നല്ല മഴയാണ്, ഇപ്പൊ എല്ലായിടത്തും മഴയൊക്കെ അല്ലേ. അപ്പം ഇപ്പൊ ഞാൻ സംസാരിക്കാൻ കേൾക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇവരുടെ പാരൻസ് സ്റ്റോറിൽ പോകുമ്പോൾ ഇത്തിരി കുഞ്ഞു പിള്ളേരല്ലേ. ഹിമാവാരിയാണെങ്കിൽ നല്ല കുഞ്ഞു കുട്ടിയാണ്. ഷിൻചാന് വെറും 5 വയസ്സാവുന്നു. അപ്പം ഇവരാണെങ്കിൽ ഇവരെ പാരൻസ് സ്റ്റോറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര കളിക്കുമ്പോൾ ഹിമാവാരി റോഡിൽ അവിടെ പോകണം. അപ്പൊ പെട്ടെന്ന് ഒരു കാർ വരുമ്പോൾ ഷിൻചാനാണെങ്കിൽ കാണാം കാറ് വരുന്നു, എന്തോന്ന് ചെയ്യും, എൻ്റെ അനിയത്തിനെ രക്ഷപ്പെടുത്താം. അത് ഷിൻചാൻ്റെ അനിയത്തി ഹിമാവാരിനെ രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ അവിടെ ഒരു കാറ് വരെയാണ്. കാറ് വന്ന് ആക്സിഡന്റ് ആയി, രണ്ടുപേരും സ്പോട്ടില് ഡെത്താവുന്നു. അപ്പൊ ആരും ചോദിക്കും, അവരുടെ പാരൻസ് ഒക്കെ ഭയങ്കര സങ്കടത്തിലാണ്. പിന്നെ അവർക്ക് ഉണ്ടായിരുന്ന 2 മക്കളാണ് ഇപ്പം ഇല്ലാതായത്, വേറൊരു ആക്സിഡന്റ്. അപ്പം അവരാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. പിന്നെ അവരെ
പിള്ളേര് ഇങ്ങനെ പോകേണ്ടൊക്കെ ഉള്ള ഭയങ്കര ഒരു ഇതിലൊക്കെയാണ്, ഡിപ്രഷൻ ടോട്ടലി. അപ്പം ഇവരാണെങ്കിൽ ഈ പിള്ളേരൊക്കെ അടക്കിയതിന് ശേഷം, ഷിൻചാനെയും ഹിമാവാരിയെയും അടക്കിയതിന് ശേഷം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ മക്കളിങ്ങനെയൊക്കെ. അപ്പോഴും ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ കഥവ് തുറന്നിട്ട് അത് ഞാൻ ഇരിക്കുന്ന പോലെ ഒരു സോഫയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതിന്റെ താഴെ ഒരു കാർപ്പറ്റ്, പറഞ്ഞ മനസ്സിലാവും, കാർപ്പറ്റില് അവിടെ വരുന്ന ഒരു റെഡ് ക്രയോൺ കിട്ടുകയാണ്. അപ്പം അത് എടുത്തപ്പം ഷിൻചാന്റെ അമ്മയ്ക്ക് ഷിൻചാന്റെ ഓർമ്മ വരികയാണ്. അപ്പം ഭയങ്കരമായിട്ട് കരയും അങ്ങനെയൊക്കെ. അപ്പം ഇത് കാരണം ഷിൻചാന്റെ അമ്മ ഇങ്ങനെ വിചാരിക്കണം, എന്റെ മോൻ പോയി. അപ്പോഴാണ് ഷിൻചാന്റെ അമ്മ വിചാരിക്കുന്നത്, എന്റെ മോന്റെ ഇതൊക്കെ വന്നിട്ട് ലൈഫ് അവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തോന്നൊക്കെ ചെയ്യും എന്നിട്ടുള്ള ഇതൊക്കെ അതൊരു കാർട്ടൂണാക്കി മാറ്റാൻ ആ ഷിൻചാന്റെ അമ്മയ്ക്ക് ഒരിത് തോന്നിയപ്പോ യോഷിറ്റോ എന്ന് പറയുന്ന ആളുടെ അടുത്ത് പോയപ്പോ അയാള് പറഞ്ഞു ഓക്കെ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്തപ്പോ അതുകൊണ്ടാണ് ക്രയോൺ ഷിൻചാൻ എന്നുള്ള പേര് പറഞ്ഞത്. പിന്നെ അതിനുശേഷം യോഷിറ്റോ ആണെങ്കിൽ അത് ഫുള്ള് കാർട്ടൂൺ ആക്കിയാണ്. അപ്പം ആ അമ്മയ്ക്കൊരു സന്തോഷം, എന്റെ മോൻ ഇങ്ങനെയൊക്കെ വളർന്നാൽ, ഈ വയസ്സിലൊക്കെ ആയിരുന്നാൽ ഈ നോട്ടി, അതായത് ഈ കുസൃതികളൊക്കെ നമ്മൾ കാണുന്ന പോലെ കുസൃതികളൊക്കെ ചെയ്യും എന്ന് ആ അമ്മയ്ക്ക് ഒരിത്, എന്റെ മോൻ ഈ വയസ്സിലൊക്കെ ആയിരുന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള ഒരു ഇമാജിനേഷൻ മുഴുവനും ഷിൻചാൻ കാർട്ടൂണില് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അത് ഭയങ്കര ഫേമസ് ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഷിൻചാൻ കഥ എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം യോഷിറ്റോ എന്ന് പറയുന്ന ആള്, അയാളാണെങ്കിൽ ചുമ്മാ നമ്മൾ ടൂറിനൊക്കെ പോവില്ലേ, അത് മലയിൽ നിന്ന് വന്നു വീണ് കല്ലില് മുട്ടി അതായത് നമ്മളെ ഈ റിപ്പേജ് അത് പൊട്ടി ലങ്സ് പുറത്ത് വന്ന്, അതായത് ഒരുമാതിരിത്തെ ഒരു ഇത് ഇങ്ങനെ വന്നു വീണ് പൊട്ടി ഇതൊക്കെ ആവുമ്പോൾ ആ ഒരു രീതിയിലായി യോഷിറ്റോ ഡെഡ്. അപ്പം യോഷിറ്റോ മരണം സൂസൈഡാണോ അതോ ആരെങ്കിലും കൊന്നതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം യോഷിറ്റോയുടെ ക്യാമറ അവർക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പം ക്യാമറയിൽ നിന്ന് അവർ നോക്കിയപ്പോൾ യോഷിറ്റോ ഫുള്ള് മല, ചെടി, കൊടി, എന്നിട്ട് യോഷിറ്റോയുടെ ഫോട്ടോ തന്നെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിന് പ്രത്യേകിച്ച് തോന്നിയില്ല ഇത് ആരെങ്കിലും കൊന്നതാണോ എന്നുള്ള ഒരു ക്ലൂ പോലും കിട്ടിയില്ല. അതിനുശേഷം യോഷിറ്റോയുടെ മരണത്തിന് ശേഷം ഷിൻചാന്റെ പാരന്റ്സ് അവിടെ എങ്ങും ഇല്ല. അവര് ഇവിടെ നിന്ന് വേറൊരു പ്ലേസ് ഷിഫ്റ്റ് ആയിപ്പോയി. ഇപ്പം അവരെവിടെയാണെന്ന്, അവര് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോയി നമുക്ക് അറിഞ്ഞൂടാ. അപ്പം ഇപ്പോഴും ഞാൻ പറയാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് കാർട്ടൂണാണ് ഷിൻചാൻ. അപ്പം ചില പേര് പറയാണ് യോഷിറ്റോയുടെ മരണത്തിന് കാരണം യോഷിറ്റോയുടെ മരണത്തിന് ശേഷം യോഷിറ്റോനെ ഷിൻചാന്റെ കൂടെ അടക്കിയതാണെന്നും, ഷിൻചാന്റെ അമ്മ, അതായത് അമ്മയെ അല്ല ഷിൻചാനെ ഇല്ല എന്ന് പറയുന്ന, ഷിൻചാൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് ഒറിജിനലായിട്ട് ഷിൻചാൻ എന്ന് പറയുന്ന ആളില്ല. ഇത് ഫുള്ള് ഇത് നമ്മൾ സ്റ്റോറിയിൽ നമ്മൾ ഷിൻചാന്റെ അമ്മയാണ് ഞാൻ ഷിൻചാൻ സ്റ്റോറി ഇങ്ങനെ പറയാനൊക്കെ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് യോഷിറ്റോന്റെ ഇമാജിനേഷനാണ്. അതുമല്ല അത് ഷിൻചാൻ എന്ന് പറയുന്ന ആള് ഒറിജിനലായിട്ടില്ല, ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലെന്നൊക്കെയാണ് കുറെ ആൾക്കാർ പറയുന്നത്. പക്ഷേ യോഷിറ്റോ ഒരു ഇമാജിനേഷൻ കഥയാണ്, യോഷിറ്റോന് ഇമാജിനി ഉള്ള ഒരു ക്യാരക്ടറാണ് ഷിൻചാൻ, അങ്ങനെയാണ് കുറെ ആൾക്കാർ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് യഥാർത്ഥത്തിൽ ഷിൻചാൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പം എല്ലാരും വൺ ഓഫ് ദ ഫേവറേറ്റ് കാർട്ടൂണാണ് ഷിൻചാൻ. അപ്പം ഇത്രയുള്ളൂ മൈ ഹൊറർ സ്റ്റോറിയില് നല്ലൊരു സ്റ്റോറിയാണ്. ഇത്രയുള്ളൂ മൈ വീഡിയോ. ലൈക്ക്, ഷെയർ,
സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത ഏത് വീഡിയോ വേണമെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അതുവരെയ്ക്കും ബൈ. അപ്പൊ ഇപ്പൊ ഞാൻ ഹൊറർ സ്റ്റോറി, അത് ഹൊറർ സ്റ്റോറി അല്ല, എന്നാലും ഷിൻചാന്റെ കഥ പറഞ്ഞപ്പോഴൊക്കെ മഴയൊക്കെ പെയ്തു ഗൈസ്. അപ്പൊ ഇത്രയൊക്കെയല്ല വീഡിയോ. അപ്പം ബൈ.